الحمد لله القوي المتين يؤيد عباده بنصر المؤمن ونشهد أن لا إله إلا الله ونشهد أن سيدنا ونبينا محمدا عبد الله ورسوله اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم وإن تصبروا وتتقوا لا يضركم كيدهم شيئا സത്യവിശ്വാസികളെ, അല്ലാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മോട് റബ്ബ് കൽപ്പിക്കുന്നത് വഇൻ തസ്ബിറു വതത്തഖു, നിങ്ങൾക്ക് സബ്റും തഖ്വയുമുണ്ടെങ്കിൽ ലാ യദുറുക്കും കൈദുഹും ഷൈആ, അവരുടെ നിങ്ങളുടെ എതിർചേരിയിലുള്ളവരുടെ ഒരു തന്ത്രവും നിങ്ങൾക്ക് ഒരു ഉപദ്രവവും വരുത്തി വെക്കുകയില്ല. സഹോദരങ്ങളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ സങ്കീർണമായ ഒരന്തരീക്ഷത്തിലായിരുന്നു നാം മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങളും ലോകത്ത് നമ്മെ സ്നേഹിക്കുന്ന എല്ലാവരും വല്ലാത്ത ഒരു പ്രതിസന്ധിയുടെ, മനോവ്യഥയുടെ ആഴിയിലായിരുന്നു നാം. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഒരൽപ്പം ആശ്വാസം നമുക്ക് കൈവന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മൾ മാത്രമല്ല പ്രയാസത്തിലായത്, നമ്മുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുമൊക്കെ. നമുക്കറിയാം, നൂറുകണക്കിന് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് അടുക്കളകളിൽ നിന്ന് പുക പൊന്തിയിരുന്നത് ഈ പ്രദേശങ്ങളുടെയും ഈ പ്രദേശങ്ങളിലുള്ള നല്ല മനുഷ്യരുടെയും കാരുണ്യം കൊണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ ദുനിയാവിലെ സൗകര്യങ്ങൾ നമ്മളാവോളം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് പ്രതിസന്ധികൾ വന്നത്. ആ പ്രതിസന്ധികളിലും നമ്മൾ തളർന്നില്ല. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ നമ്മളെ തളർത്തിയില്ല, നമ്മുടെ കൂടെ നിന്നു. പലതും നമ്മൾ അറിഞ്ഞില്ല, അറിയിക്കുന്നത് നമുക്ക് ഗുണമല്ലാത്തത് കൊണ്ട് തന്നെയായിരുന്നു. നമ്മളോട് അവരൊന്നേ ആവശ്യപ്പെട്ടുള്ളൂ, നിങ്ങൾ ഉള്ളഴിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നാസിലത്തിൻ്റെ ഖുനൂത്തുകൾ അഖിലം നിർവഹിച്ചു നാം. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങളും ബന്ധപ്പെട്ടവരുമൊക്കെ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി അള്ളാഹുവിനോട് കേണപേക്ഷിച്ചു. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. ഒരു കാര്യം നാം ഉറപ്പിക്കുക, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. സഹായം ലഭിക്കുക, വിജയം ലഭിക്കുക ഹക്കീമായ, യുക്തിമാനായ, അസീസായ, പ്രതാപിയായ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അള്ളാഹുവിൽ നിന്ന് മാത്രം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കേട്ടത് അതാണ്. നമ്മൾ കേട്ടിട്ടില്ലേ അള്ളാഹു പറയുന്നത്, ബലില്ലാഹു മൗലാക്കും ഹുവ ഖൈറുൻ നാസിരീൻ. ബലില്ലാഹു മൗലാക്കും, അള്ളാഹു മാത്രമാണ് നിങ്ങളുടെ രക്ഷിതാവ്.
വഹുവ ഖൈറുൻ നാസിരീൻ, അവൻ സഹായിക്കുന്നവരിൽ നന്നായി സഹായിക്കുന്നവൻ. എത്ര പരിശുദ്ധനാണ് റബ്ബ് എന്നാലോചിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്, നമ്മളെ സഹായിച്ചു റബ്ബ്. നമ്മൾ പറയണം അള്ളാഹു പഠിപ്പിച്ചതുപോലെ ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ. ആ റബ്ബ് എത്ര നല്ല രക്ഷിതാവാണ്, എത്ര നല്ല സഹായിയാണ്. സഹോദരങ്ങളെ, അള്ളാഹു തരാനിരിക്കുന്ന സഹായത്തിലും വിജയത്തിലും നമുക്ക് എങ്ങനെ യഖീനില്ലാതെ ആകും? വിശേഷിച്ചും ഈ രാജ്യത്ത് നാം ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ സവിശേഷത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒന്നാമതായി, ഒരു കൃത്രിമത്വവുമില്ലാതെ, ഒരു പരസ്യവുമില്ലാതെ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നവരാണ് ഈ രാജ്യത്തെ പൗരന്മാരും ഭരണാധികാരികളും. അള്ളാഹുവിൻ്റെ കിതാബിന് വേണ്ടി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഈ രാജ്യം എന്ന് പറയുന്നത്. നമ്മളത് അനുഭവിച്ചതാണ്. മൂന്നാമതായി, മഹാന്മാരായ സഹാബികളെയും വിശിഷ്യ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരെയും അവരെക്കുറിച്ചുള്ള സ്മരണകളും ചരിത്രങ്ങളും അയവിറക്കി അവരെ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരും അവരെ അനുധാവനം ചെയ്യണമെന്നാവശ്യപ്പെടുന്നവരുമാണ് ഈ രാജ്യത്തുള്ള മനുഷ്യർ. തീർന്നില്ല, നമ്മളൊക്കെ അനുഭവിച്ചതാണ്, നാം ഓർക്കണം. നാലാമതായി, നീതി, സമാധാനം, സഹിഷ്ണുത, ഈ മൂല്യങ്ങളാണ് ഈ രാജ്യം പ്രചരിപ്പിച്ചത്. സമാധാനമായിരുന്നു ഈ രാജ്യത്തിൻ്റെ മുഖമുദ്ര. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലേ, നമ്മൾ ഓർക്കണം, സകല പക്ഷപാതിത്വങ്ങളോടും സകല വക്രീയതകളോടും ഈ രാജ്യം എതിർത്തു നിന്നു. നമ്മൾ കണ്ടില്ലേ, വെറുപ്പും വിവേചനവും കുറ്റകരമായി രാജ്യം പ്രഖ്യാപിച്ചു. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നത് മുതൽ ആരംഭിച്ച് ഏറ്റവും അവസാനം ഇവിടെ ജീവിക്കുന്നവരോട് ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കാതെ, ഒരു തരത്തിലുള്ള വർഗീയതയും കാണിക്കാതെ ഈ സമൂഹം വളരുമ്പോൾ അള്ളാഹു സഹായിക്കുകയില്ലേ നമ്മളെ? ഇല്ലേ? നമ്മൾ അള്ളാഹുവിനെ സഹായിച്ചവരാണ്. ഈ രാജ്യം അള്ളാഹുവിനെ സഹായിച്ചവരാണ്, അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിച്ചവരാണ്. നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ നിങ്ങളെ അതിജയിക്കാനോ തോൽപ്പിക്കാനോ ആർക്കും സാധ്യമല്ല. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഈ നാട് നമുക്ക് അന്നം തന്ന നാടാണ്, നമ്മളെ ചേർത്ത് പിടിച്ച നാടാണ്. UAE, അള്ളാഹു ഈ നാടിനെല്ലാ സംരക്ഷണവും നൽകുമാറാകട്ടെ. ഖൈറും ബർക്കത്തും ഈ നാട്ടിൽ അള്ളാഹു ഏറ്റി നൽകുമാറാകട്ടെ. അള്ളാഹു ഈ നാടിന് വിജയത്തിൻ്റെ കാരണങ്ങൾ ഒരുക്കി നൽകി. നമ്മൾ കണ്ടില്ലേ, നല്ല തയ്യാറെടുപ്പുകൾ ഈ രാജ്യം നടത്തി. പ്രതിരോധ സംവിധാനങ്ങൾ പരിപൂർണമായും അത്ഭുതകരമായ രീതിയിൽ ഈ രാജ്യം നടപ്പാക്കി. ഈ രാജ്യത്തിൻ്റെ സംരക്ഷകരായ സായുധ സേനയുടെ സന്നദ്ധത നമ്മൾ കണ്ടു. അവരെ നയിച്ചത് ഒരൊറ്റ വാചകമായിരുന്നു, മഹാനായ നബി തങ്ങളുടെ ഒരു വാചകം സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മുഅ്മിനുൽ ഖവി ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനി ദഈഫ്. ശക്തിയുള്ള മുഅ്മിനാണ് ദുർബലനായ മുഅ്മിനേക്കാൾ ഉത്തമനും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനും. കണ്ടില്ലേ നാം ഇവിടെ
നമ്മളെ ഉദ്ദേശിച്ച് മിസൈലുകൾ അയച്ച ആളുകൾ, അവർക്ക് മനസ്സിലായി ഇമാറാത്തിൻ്റെ ആകാശം ശക്തമായ പരിചയും കോട്ടയുമാണ്. അതിനെ തകർക്കാൻ ഉദ്ദേശിച്ചവർ ഇമാറാത്തിൻ്റെ ആകാശത്ത് സൈന്യവും പ്രതിരോധ സന്നാഹങ്ങളും നിറഞ്ഞിരിക്കുന്നത് കണ്ടു. ശത്രുക്കളുടെ തന്ത്രങ്ങളൊക്കെ അവരിലേക്ക് തന്നെ തിരിക്കാനും ഈ ആകാശത്തെയും ഈ കടലിനെയും ഈ കരയെയും തിന്മകളിൽ നിന്ന് സംരക്ഷിക്കുവാനും സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഇത് അള്ളാഹുവിൻ്റെ മഹത്തായ കൃപ കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ കൃപ. ഒരു കവി പാടുകയുണ്ടായി, وأن المانعون إذا أردنا وأن النازلون بحيث شئنا. നാം ഉദ്ദേശിക്കുമ്പോൾ പ്രതിരോധിക്കുവാനും ആവശ്യമായി ചെന്നിടത്ത് ഇറങ്ങുവാനും നമുക്ക് സാധിച്ചു. ഹറസ്ന ജവ്വന ലമ്മാ സദദ്ന സവാരീഖൽ ഉദാത്തിൽ ഗാദിരീന. വഞ്ചകരായ ശത്രുക്കളുടെ മിസൈലുകൾ തുരത്തി നമ്മുടെ വ്യാമാതിർത്തികളെ സംരക്ഷിച്ചവരാണ് നാം. ഖനത്നാ ഖനത്നാ നസ്അലുൽ വഹാബ നസ്റ. ഖനത്നാ നസ്അലുൽ വഹാബ നസ്റ. എല്ലാം നൽകുന്ന വഹാബായ റബ്ബിനോട് സഹായം ചോദിച്ചുകൊണ്ട് നാം ഖുനൂത്തുകൾ നിർവഹിച്ചു. വഇന്നല്ലാഹ നാസിറുനാ യഖീനാ. കാരണം നമുക്ക് ഉറപ്പുണ്ടായിരുന്നു അള്ളാഹു നമ്മെ സഹായിക്കും, അള്ളാഹു നമ്മെ സഹായിക്കുമെന്ന യഖീൻ നമ്മുടെ കൂടെയുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്തുള്ള ഇഖ്ലാസുള്ള ഒരു നേതൃത്വത്തെയാണ് ഈ രാജ്യത്തിന് നൽകിയത്. അവർക്കറിയാം എപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന്. അവർക്കറിയാം സമാധാനം സ്ഥാപിക്കുന്നവർക്ക് സമാധാനം തിരിച്ചു നൽകാൻ. അവർക്കറിയാം ആക്രമിക്കുന്നവരെ, യുദ്ധം ചെയ്യുന്നവർക്കെതിരെ ദൃഢനിശ്ചയം കാണിക്കാൻ. ശക്തമായ ഉൾക്കാഴ്ചയോടുകൂടി അവർ ഈ സമൂഹത്തെ നയിച്ചു. ഇവിടെയുള്ള പൗരന്മാർക്കും പ്രവാസികൾക്കും സമാധാനം നൽകി. അവരെ പറ്റിയായിരിക്കണം അള്ളാഹു പറഞ്ഞത്, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി. മുഅ്മിനുകളുടെ കൂട്ടത്തിൽ കുറേ സത്യസന്ധന്മാരുണ്ട്, വലിയ മനുഷ്യന്മാർ. റിജാൽ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി. അള്ളാഹുവിൻ്റെ പേരിൽ ഏറ്റെടുത്ത കരാറുകൾ അവർ സത്യസന്ധമായി പുലർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് നേതൃത്വം നൽകിയവർക്ക് ഇനിയും ഇനിയും നന്മകൾ ഏറ്റി നൽകുമാറാകട്ടെ. ഈ രാജ്യത്തിന് സംരക്ഷണം നൽകിയ ധീരന്മാരായ സായുധ സേനയ്ക്ക് അല്ലാഹു ഇനിയും ശക്തി പകരുമാറാകട്ടെ. അവർ ഈ ശത്രുക്കളുടെ മുമ്പിൽ ഉറച്ച പർവ്വതം പോലെയാണ് നിന്നത്. നമ്മൾ കണ്ടു, UAE പ്രതിരോധ ശേഷിയെ ലോകത്തുള്ളവർക്ക് മുഴുവൻ വായിക്കാവുന്ന ഒരു ചിത്രമാക്കി UAE നമ്മളെയൊക്കെ സംരക്ഷിച്ചു. അതിനിടയിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. അവർ ഷഹീദുകളാണ്. അള്ളാഹു അവർക്ക് റഹ്മത്ത് നൽകുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾക്ക് പരിക്ക് പറ്റി. അല്ലാഹു തആല അവർക്ക് എത്രയും പെട്ടെന്ന് ഷിഫ നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അമ്മാ ബഅദ്. വിശ്വാസികളെ,
UAE അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ രാജ്യത്തെ പൗരന്മാരും ഇവിടെയുള്ള പ്രവാസികളും പരസ്പര ഐക്യത്തോടെ കെട്ടുറപ്പോടുകൂടി നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കൽബുൻയാൻ യശുദ്ദു ബഅദുഹു ബഅദ, ഒരു ബിൽഡിംഗ് പോലെ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ ചേർത്ത് നിർത്തും. നമ്മൾ കണ്ടല്ലോ സഹോദരങ്ങളെ, അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ വല്ലാത്ത ഒരു യോജിപ്പുണ്ടായി, അല്ലേ? ഒരു തരത്തിലുള്ള ഭിന്നിപ്പുമുണ്ടായില്ല. ഭീരുവായ ശത്രുവിൻ്റെ പലതരത്തിലും പരാജയപ്പെടുത്താൻ വേണ്ടി അവരുയർത്തിയ പ്ലാനുകളൊക്കെ പരാജയപ്പെട്ടു. അവർ പരിശോധിച്ചത് ഈ രാജ്യത്തിൻ്റെ കഴിവിനെയായിരുന്നു. അവർ പരിശോധിച്ചപ്പോൾ ഈ രാജ്യം അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് അതിനെയൊക്കെ പരാജയപ്പെടുത്തി. ഈ രാജ്യത്തോട് ശത്രുത കാണിക്കുന്നവർ, അവർക്കറിയില്ലേ ഈ രാജ്യത്തിൻ്റെ ദൃഢനിശ്ചയം, ഈ രാജ്യത്തിൻ്റെ പ്രതിരോധശേഷി, ഇതിൻ്റെ ശക്തമായ ഇച്ഛാശക്തി. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ ശക്തമായി പറഞ്ഞു, അന്ന ദൗലത്തുൽ ഇമാറാത്ത് ഷദീദുൻ ബഅ്സുഹാ, UAE അത് അതിശക്തമാണ്. ഖലീദുൻ ജിൽദുഹാ, അതിൻ്റെ തൊലി അല്പം കട്ടിയുള്ളതാണ്. മുർറുൻ ലഹ്മുഹാ, അതിൻ്റെ മാംസം കയ്പുള്ളതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതിൻ്റെ ആകാശത്തെയും കരയെയും കടലിനെയും പൗരന്മാരെയും പ്രവാസികളെയും സംരക്ഷിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം. അള്ളാഹുവിലേക്ക് ഇനിയും നമ്മൾ കൈ ഉയർത്തണം. അള്ളാഹു നമ്മോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, ഏതെങ്കിലും ഒരു സംഘം നിങ്ങൾക്കെതിരെ വന്നാൽ ഫസ്ബുതു, നിങ്ങൾ ധൈര്യത്തോടു കൂടി നിൽക്കണം. പോരാ, വദ്കുറുല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, അപ്പോൾ അള്ളാഹു വിജയം നൽകും. സഹോദരങ്ങളെ, ഈ രാജ്യത്തെ വിഭജിക്കുവാനും ഇവിടെയുള്ള മനുഷ്യരുടെ ഐക്യം തകർക്കുവാനും ഈ രാജ്യം ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും പലരും ശ്രമിച്ചു. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാ. പ്രതിസന്ധികൾ നമ്മളെ പഠിപ്പിച്ചത് ഇനിയും ഇനിയും നന്മകൾ ചെയ്യാനാ, സബറോടുകൂടി ജീവിക്കാനാ. നമ്മുടെ ഈ രാജ്യം, ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് സമാധാനമാണ്, സുരക്ഷിതത്വമാണ്. ഈ രാജ്യം വിശ്വസിക്കുന്നത് നന്മയും തിന്മയും തുല്യമാണ് എന്നാണ്. എല്ലാം ഖൈറാണ്. ഇൻ അസാബത്ഹാ സറാഅ ശകറത് ഫകാന ഖൈറൻ ലഹാ. സന്തോഷമുണ്ടെങ്കിൽ ശുക്ർ കാണിക്കും, മറ്റുള്ളവരെയും അതിൽ പങ്കു ചേർക്കും. അതാണ് നന്മ. വഇൻ അസാബത്ഹാ ദർറാ, ദുരിതങ്ങളോ പ്രതിസന്ധികളോ കടന്നു വന്നാൽ അസ്വസ്ഥമാവുകയില്ല, മറിച്ച് സബറ, സഹനം കാണിക്കും. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ, വഅന്ന നസ്ര മഅ സബ്ർ, സബ്റിൻ്റെ കൂടെയാണ് വിജയമുണ്ടാവുക എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിജയികളുടെ കൂട്ടത്തിൽ, ആ സാബരീങ്ങളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ അസ്വാജിഹി ത്വാഹിറാത്ത് ഉമ്മഹാത്തിൽ മുഅ്മിനീൻ വസഹ്ബിഹി الغر الميامين. وارض اللهم عن أبي بكر وعمر وعثمان وعلي وعن سائر الصحابة الأكرمين.
اللهم اجعلنا بك مؤمنين ولك عابدين ولنصرك شاكرين وبوالدينا بارين وارحمهم كما ربونا صغارا يا أرحم الراحمين. اللهم لك الحمد، أجبت دعاءنا ونصرت بفضلك وطننا وخذلت بقدرتك عدونا ورسخت أمننا. ولك الحمد يا رب، ولك الحمد ربنا على حكمة قيادتنا وشجاعة جنودنا ووحدة صفنا. اللهم احفظ الشيخ محمد بن زايد رئيس الدولة، كن له عونا وسندا وهاديا ومسددا، وبارك في عمره وعمله. اللهم وفقه ونوابه وولي عهده الشيخ محمد بن راشد، ولي عهده ونوابه إخوانه حكام الإمارات لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة، شيوخ الإمارات الذين انتقلوا إلى رحمتك يا رب العالمين. اللهم اشمل شهداء الوطن برحمتك وغفرانك يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم انصر إخواننا المسلمين في كل مكان، اللهم انصر إخواننا المسلمين في كل مكان، اللهم انصر إخواننا المسلمين في كل مكان. اللهم اجعل ما أنزلته من غيثك سقيا رحمة ونعمة يا رب العالمين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، ونستغفر ونتوب إليك.